Guys, welcome back to my YouTube channel. Hi guys, welcome Hi. back. We missed you a lot. So വിചാരിച്ചു ഒരു വീഡിയോ കൂടെ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വെയിറ്റ് ചെയ്യുക, ആർത്തി പിടിക്കരുത്. അല്ല, എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നു ഹൗ വാസ് യുവർ ഡേ? ഇന്ന് എന്തായിരുന്നു നമ്മുടെ പരിപാടി? ഇന്ന് ഭയങ്കര ടയർഡായി. നല്ല പരിപാടിയായിരുന്നു. ഇന്ന് നമ്മള് ഓക്കെ ഗൈസ്, ഇന്ന് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ഞങ്ങള് ഇവിടെ ഒരാള് ഞങ്ങക്ക് റീൽ അയച്ചു തന്നു. ഒരു കെഫെ. ആ കെഫേലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി പെയിന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ പ്രത്യേകത. സോ നമ്മൾ എന്താ വിചാരിക്കുക, അവിടെ വെറുതെ ഇങ്ങനെ കുറേ പെയിന്റ് ചെയ്യാനുള്ള പാത്രങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കും. ഏതെങ്കിലും ഒരു പോട്ട് എടുത്തിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതായിരുന്നു നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ഫ്രീ ആയിരിക്കും, ഭക്ഷണത്തിന് മാത്രം പൈസ കൊടുത്താൽ മതി നമുക്ക് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഓക്കെ വി തോട്ട് വീൽ ഗോ. അങ്ങനെ ഒരു സാറ്റർഡേ വന്നു. നോർമൽ വീക്കെൻഡ്സിലാണ് ഞങ്ങൾ പോകുന്നത്. സോ അങ്ങനെ ഒരു വീക്കെൻഡ് ഞങ്ങൾ പോയി. അതായത് ഇന്ന് സാറ്റർഡേ ഞങ്ങൾ പോയി കഴിഞ്ഞ് റീൽ ആക്ച്വലി ഞങ്ങൾ ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ. സോ ഞങ്ങൾക്ക് ബ്രിസ്റ്റോയും ബിസ്ട്രോയും കൺഫ്യൂസ് ആയിട്ട് ആദ്യം നമ്മൾ എങ്ങോട്ടാ പോയെ? ബ്രിസ്റ്റോയിൽ പോയി. ബ്ലോക്കിലാണ് അത് ഞങ്ങൾ പോയത്. അങ്ങനത്തെ ഒരു കട പോലില്ല. പക്ഷെ നമ്മള് എന്താ ബ്രഹ്മ അങ്ങനെ എന്തൊരു കട കണ്ടു, ഒരു ബിരിയാണി ഓംലെറ്റ് ഒക്കെ കിട്ടുന്ന കട കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ലൈറ്റായിട്ട് ലൊക്കേഷൻ മാറിപ്പോയി. അതാണ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. ബ്രിസ്റ്റോ അല്ല ബിസ്ട്രോ ആണ്. സോ ഇവിടുന്ന് ജയനഗറിലേക്ക് നമ്മൾ 59 rupees കൊടുത്ത് നമ്മൾ ചെന്നു. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ എല്ലാം ഓർക്കണം, ഇത് ബുക്ക് ചെയ്യുന്നതും ഇതെല്ലാം നമ്മളെ കൊണ്ടുവന്നതും ഇവരാണ്. ഇവരുടെ അടുത്ത് ഞാൻ 100 തവണ ചോദിച്ചു, ഇത് ജയനഗറിലല്ലേ, ഇത് ജയനഗറിലല്ലേ, ഇത് ജയനഗറിലല്ലേ എന്ന്. മിണ്ടരുത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ജയനഗറിൽ പോവാണ്ട് ഇവിടുന്ന് പോകുന്നതിന് വെറും 67-70 രൂപയുടെ സംഭവം നമ്മൾ ജയനഗറിൽ പോയി തിരിച്ചിവിടെ വന്നപ്പോഴത്തേനും നമുക്കൊരു 120 രൂപയായി. ഓക്കെ, അതായിരുന്നു ഒരു സംഭവം. എന്നിട്ട് ഇതിനേക്കാളും വലിയ സംഭവം വെച്ചാൽ നമ്മൾ കെഫേ പോയി ഗായ്സ്. എന്നിട്ട് നമ്മള് അവിടെ പോയിട്ട് നല്ല പിസ്സ ഓർഡർ ചെയ്തിരുന്നു. സോ ഡെലീഷ്യസ്. പിസ്സ ഓർഡർ ചെയ്ത് തിന്നു. നമ്മളിങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നത് വിങ്സ്, ചിക്കൻ വിങ്സ് തിന്നു. അത് നോർമൽ എല്ലാ റെസ്റ്റോറന്റിലും പിസ്സ നല്ല അടിപൊളിയായിരുന്നു. ചിക്കൻ വിങ്സ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പറ്റിയായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ്. ഗൈസ്, ഫ്രഞ്ച് ഫ്രൈസ് വാസ് എ സ്കാം. സ്കാം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഒരു കൊട്ടയിൽ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ കൊട്ട അടിയിൽ ഇല്ല, നമ്മൾ കൊട്ട നിറച്ചിത് എങ്ങനെ തീർക്കും എന്നൊക്കെ. നമ്മൾ ഓൾറെഡി പിസ്സയും വിങ്സും കഴിച്ചിട്ട് ഒരു ഹാഫ് വയർ നിറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം ഇത് കൊണ്ടുവന്നപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു കുറേ ഉണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മളിങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ അടിയിൽ ഫുൾ കൊട്ട ഇത്ര ഉണ്ടെങ്കിലും അടിഭാഗം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേന്ന്. സോ ദാറ്റ് വാസ് സ്കാം നമ്പർ 1. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ സൈഡിലുള്ളവർക്കൊക്കെ കയ്യിൽ പോട്ടുണ്ട്, ഞങ്ങൾക്ക് മാത്രം പോട്ട് തരുന്നില്ല. ഓക്കെ, നമ്മൾ പോട്ട് വാങ്ങാന്ന് വിചാരിച്ചു. അവിടുത്തെ നമ്മളെ വെയിറ്ററിനെ വിളിച്ചു. അപ്പൊ ചേച്ചി എത്രയാണെന്ന് ചോദിച്ചപ്പോ ചേച്ചി ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് 450 രൂപ. നമ്മൾ വിചാരിച്ചു 450 രൂപ പെയിന്റ് അടിക്കേണ്ട അത്രയും പ്രാന്ത് ഞങ്ങൾക്കില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ പെയിന്റ് അടിക്കണ്ട, കഴിച്ചിട്ട് ഇറങ്ങി പോയാൽ മതി എന്ന്. എന്നിട്ട് നമ്മള് പിന്നെന്താ പാസ്ത കഴിച്ചു. പാസ്തയുടെ കഥ ഒന്നൊന്നരം കഥയാണ്. ഞങ്ങളുടെ ടേബിളിൽ വരേണ്ട പാസ്ത ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടേബിളിലാണ് പോയത്. വീണ്ടും അരമണിക്കൂർ ഞങ്ങൾ ശശിയായി വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഡെസേർട്ട് കഴിക്കാം. ഡെസേർട്ടിന് ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഷേക്ക് കുടിച്ചു. നീ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അല്ല അവളുടെ കൂടെ ഞാൻ അവള് ചീസ് കേക്കിന്റെ she was like very crazy to have cravings ഉണ്ടായിരുന്നു അവൾക്ക് ചീസ് കേക്ക് കഴിക്കാൻ ഓൾമോസ്റ്റ് 2-3 months. എന്റെ അടുത്ത് അമ്മയാണ് വന്നത്. അപ്പൊ ഞാൻ ചീസ് കേക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ പാസ്ത കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ആ പാസ്ത തിന്നാനുള്ള മൂഡൊക്കെ പോയി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മൂഡ് പോയെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു കഴിക്കാൻ. പറ്റാഞ്ഞിട്ടാ പാർസൽ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ആ ബില്ല് നമ്മളിങ്ങനെ നോക്കിയതും പോയി അടിവയറ്റിന്ന് ഇങ്ങനെ തിന്നതല്ല, ശ്രദ്ധിക്കാനുള്ളൊരു പെട്ടെന്ന് തന്നെ എല്ലാം തേച്ചു ടെംപ്റ്റേഷൻ ആയിരുന്നു. കാരണം ആകെ 3-4 സാധനം തിന്നു നമ്മള്. അതിന് നമ്മൾ കൊടുക്കേണ്ടത്
547 രൂപയാണ് നമ്മൾ കൊടുത്തത്. ദാറ്റ് ഈസ് വൺ നഷ്ടം. ഞങ്ങളുടെ ഡാഡീസ് ഒക്കെ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ. ഞങ്ങൾ കണ്ണൊക്കെ ലൈറ്റിട്ട് നിറഞ്ഞു. പിന്നെ പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ കരയാൻ പാടില്ലാതെ നമ്മളൊന്നും പറയാണ്ട് കൊടുത്തു, ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോ ഫുൾ മഴയായിരുന്നു. ബട്ട് സ്റ്റിൽ വി എൻജോയ്ഡ്. മഴയും നമ്മൾ പിന്നെ ഓട്ടോ റൈഡ് പോയതല്ല, ഓട്ടോയിൽ തിരിച്ച് വീട്ടിൽ വന്നു. അതൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ചായ കുടിക്കാൻ പോയി. നമ്മൾ ഓട്ടോയിൽ പോയ സമയത്ത് റോട്ടിൽ പോയ വെള്ളം എല്ലാം നമ്മുടെ മേത്ത്. എസ്പെഷ്യലി മേരി ഹൃദയം ഞാൻ സേഫ് ആയിരുന്നു. രണ്ടുപേരും അവളെപ്പോഴും സേഫ് ഗെയിമാണ്. ഞങ്ങളുടെ കൂടുതൽ കളിക്കുന്ന ഏറ്റവും സേഫ് ഗെയിമും ഒരു പരിപാടിക്കും ഇറങ്ങാത്ത ഒരു ടൈപ്പ് ആളാണ്. തേങ്ങയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മള് പോയി ലെമൺ ടീ കുടിച്ചു. ലെമൺ ടീ കുടിച്ചപ്പോ ഒരുത്തി വന്ന് നമ്മൾ കെഫേന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ലെമൺ ടീ കുടിക്കണം, കാരണം വയറ് നിറഞ്ഞിരിക്കുക, ഡൈജഷൻ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ലെമൺ ടീ മേടിക്കാൻ പോയപ്പോ അവൾക്ക് ലെമൺ ടീ മേടിച്ചു. 2 സിപ്പ് കുടിച്ചപ്പോ 3/4 ഗ്ലാസ് ആയപ്പോ അവള് പറഞ്ഞു എന്താന്ന് വെച്ചാല് എനിക്ക് ലെമൺ ടീ വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തല്ലി കൊല്ലണ്ടേ? ആരാ ബ്രോ പറഞ്ഞേ? ഇതിനെ തുപ്പി കടിക്കല്ലേ? അപ്പം എന്നിട്ട് നമ്മള് ലെമൺ ടീ കുടിച്ചു. നമ്മളിപ്പോ വീട്ടിലാണ്. പക്ഷെ ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു. രാവിലെ തൊട്ട് ക്ലാസ്സിലായിരുന്നു. നമ്മള് വീട്ടിൽ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ കുറെ സ്റ്റോറീസ് ഇട്ടു, ഫോട്ടോസ് ഉണ്ടാക്കി, വീഡിയോ ഉണ്ടാക്കി, ഫോട്ടോ ഇട്ടു, റീൽ എടുത്തു. എന്നോട് വീട്ടിൽ പോകണ്ടെന്ന്. വീട്ടിൽ പോകണ്ട. ഓക്കെ, അവളുടെ വീട്ടില് തീരുമാനമായിട്ടുണ്ട്. ബിക്കോസ് രാവിലെ തെണ്ട അറിയതാണ്, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. പറഞ്ഞാണോ? അപ്പൊ നമ്മൾ ഹലോ, നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഇവിടെ തന്നെ നിർത്തത്തില്ല, നീ പൊക്കോന്നൊക്കെ. ഇത് ഞാൻ ഹൃദയയുടെ വീട്ടിലാണ് താമസം. ശരിടാ, നിനക്ക് ഇവിടെ ഇല്ലടാ, നീ ഇവിടുന്ന് പൊക്കോന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്നതാണ് ഹൃദയ. ഒഴിവാക്കും ഗൈസ്, കാരണം അത്ര ശല്യാണ്. കഴിഞ്ഞ. So that was today's vlog. ഏത് റിയാക്ഷൻ വീഡിയോ? നമ്മുടെ പഴയ ഒരു വീഡിയോ. നമ്മളിന്ന് കറക്റ്റ് ഇവളുടെ കയ്യിൽ കുറേ ഓൾഡ് ഫോട്ടോസും ഓൾഡ് വീഡിയോസും ഒക്കെ. ഞങ്ങളുടെ സ്വന്തം ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ പോലും ഇല്ലാത്തത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ഞാൻ സൂക്ഷിച്ചു. വെരി സ്വീറ്റ് ഓഫ് ഹർ. അങ്ങനെ ഒരു വീഡിയോ കണ്ടു. നമ്മൾ ഇന്ന് കോളേജില് ലാസ്റ്റ് CIA ചെയ്തോണ്ടിരുന്നപ്പോ എന്തോ ഒരു വീഡിയോ നമ്മുടെ ഗൈസ്, എനിക്ക് കോങ്കൺ ഇല്ല കേട്ടോ. ഈ ക്യാമറ അവിടെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നോണ്ടാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ വ്ലോഗ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കണം, ഷെയർ കുത്തിപ്പൊട്ടിച്ച പിന്നെ ഇത് കാണാൻ പറ്റില്ല. നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നമുക്ക് ഇതിലാണ് നമുക്ക് ഇൻകം എന്ന് പറയുന്നത്. 2500 രൂപ നമുക്ക് ഇന്ന് ചെലവായ ഫുഡിന്റെ പൈസ എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അതെ, മാക്സിമം ഡൊണേഷൻ പോലെ നിങ്ങൾ കരുതിയിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യാം. യൂട്യൂബുകാര് വിചാരിക്കണം, പാവം പിള്ളേര് തുടങ്ങിയതല്ലേ, അങ്ങനെ ഇത്തിരി കുറച്ച് പൈസ കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അതെ, അപ്പൊ നിങ്ങളുടെ നല്ല സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. Okay guys, bye. See you in my next video. Until then, bye. Take care.